ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾക്ക് ഒരു 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 വ്യക്തി ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്റ്റോറി പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. സദൃശവാക്യങ്ങൾ 24-ന്റെ 33-34. കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈകൊട്ടിക്കിടക്കുക. അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. ഇവിടെ പറയാണ്, നമ്മുടെ ജോലികളൊന്നും നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദരിദ്രരായിട്ട് തീരും. നമുക്കെല്ലാവർക്കും ഉറക്കം ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ എപ്പോഴും ഉറങ്ങിക്കിടന്നാൽ കിടന്ന് അങ്ങനെ സുഖിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മൾ ദരിദ്രരായിട്ട് തീരും. എന്നാൽ നമ്മുടെ കയ്യെ ഉത്സാഹമുള്ളവരായിട്ട് ഇരുന്നാൽ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകുമെന്നാണ് ഈ വാക്യം പറയുന്നത്. ഇത് ഈസി ആയിട്ടുള്ള വാക്യമാണ്. കുഞ്ഞുങ്ങളെല്ലാം പഠിക്കേണ്ടത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഉഴപ്പായിട്ട് നടന്നാൽ എന്ത് പറ്റും? നല്ല ജോലിയൊന്നും കിട്ടാതെ വരും. ജോലി ചെയ്യുമ്പോൾ വിശ്വസ്തരായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? മറ്റുള്ളവരിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടതായിട്ട് വരും. ജോലി ഇതായിട്ടും. അതുകൊണ്ട് ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമയത്ത് നമ്മൾ എല്ലാം ചെയ്യണമെന്നുള്ളത്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈകെട്ടിക്കിടക്കുക. അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. ഒരു ദിവസം ശാന്ത ഇങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു. ശാന്ത എന്ന പേരുള്ളൊരു സ്ത്രീ വീട്ടിലുണ്ടായിരുന്നു. അവളുടെ അങ്കിള്, പ്രായമുള്ളൊരു വ്യക്തി അവളെ കാണുവാനായിട്ട് ആ വീട്ടിൽ വന്നു. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശാന്ത പറഞ്ഞു, അയ്യോ, എനിക്ക് ഈ ആഴ്ച ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് രാത്രിക്കകം എനിക്കൊരു എഴുത്ത് അർജൻറ്റായിട്ട് ഇട്ടേ ഒക്കത്തുള്ളൂ. എനിക്ക് അത് ഇടാതിരിക്കാൻ ഒക്കത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്ന് ലാസ്റ്റ് ഡേറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെയാണ് അങ്കിളുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അങ്കിൾ പറഞ്ഞു, സമയമുണ്ടല്ലോ, രാത്രിയായിട്ട് ഇട്ടാൽ മതിയല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശാന്തയ്ക്ക് തോന്നി അങ്കിൾ കളിയാക്കുകയാണെന്ന്. അപ്പോൾ അങ്കിള് പറഞ്ഞു എന്നിട്ട് അങ്കിൾ എന്നെ കളിയാക്കുകയാണ്. എനിക്ക് തീരെ വയ്യായിരുന്നു, എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി, ഞാൻ പ്രയാസപ്പെട്ടു, അതുകൊണ്ട് പല കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യാനൊത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അങ്കിൾ പറഞ്ഞു, അത് ശരിയാണ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, മൺഡേ ഉണ്ടായിരുന്നു, കുറച്ച് സമയം ഒരു ലെറ്റർ എഴുതാൻ നോക്കുകയാണെങ്കിൽ വേണ്ടെങ്കിൽ സാധിക്കാമായിരുന്നു. തിങ്കളാഴ്ച നോക്കുമായിരുന്നു, ബുധനാഴ്ച പോയി, വ്യാഴാഴ്ച പോയി, വെള്ളിയാഴ്ച പോയി, ശനിയാഴ്ച രാവിലെ പോയി. എന്നാൽ ഇപ്പോഴും അത് ചെയ്യണമെന്നുള്ള ചിന്തയല്ല. അപ്പോൾ ഇന്ന് രാത്രിയാകട്ടെ എന്ന് വീണ്ടും അത് നീട്ടി വയ്ക്കുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോൾ ആ ജോലി ഭാരം കൂടുതലാകും എന്നുള്ളത് അങ്കിൾ പറഞ്ഞു. അപ്പോൾ അവൾക്ക് മനസ്സിലായില്ല. അതെന്താ അങ്കിളെ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവളോട് പറഞ്ഞു, എന്നോട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു മോനെ കൊണ്ടുപോയി. അവന് ഭയങ്കര ജോലി കൊണ്ട് ക്ഷീണിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് അപ്പനും അമ്മയും അവനെ കൊണ്ടുപോയത്. അവനെ കണ്ടാൽ തോന്നും അവൻ ജോലി എടുത്ത് ക്ഷീണിച്ച ഒരു കുട്ടി, ഓവർ സ്ട്രെസ്സായിട്ട് ഓവർ വർക്കായിട്ട് ചെയ്യുന്നൊരു കുട്ടിയായിട്ട് തോന്നും. അപ്പോൾ ഡോക്ടർ കുട്ടിയോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ നിനക്ക് ചെയ്യാനുള്ള ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം, ഏത് ദിവസമാണെങ്കിലും കുഴപ്പമില്ല, ആഴ്ചയിൽ 4 ബക്കറ്റ് വെള്ളം കുറച്ച് ദൂരെ പോയി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിന്നെപ്പോലെ മീൻസ് ആരോഗ്യമുള്ള ഒരു യുവാവായിട്ടുള്ള കുഞ്ഞാണ്, അപ്പോൾ അതിന് 4 ബക്കറ്റ് വെള്ളം കൊണ്ടുവരുന്ന വലിയ ഇതാണല്ലോ. അപ്പോൾ 4 ബക്കറ്റ് വെള്ളം കൊണ്ടുവരുന്ന അതൊരു ബുദ്ധിമുട്ടല്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നിട്ട് ഡോക്ടർ ചോദിച്ചു, എന്നാ നീ അത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ശനിയാഴ്ച ആണ് ഞാൻ ആ ബക്കറ്റ് 4 ബക്കറ്റ് വെള്ളവും ശനിയാഴ്ച കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു. തിങ്കളാഴ്ച മുതൽ. അപ്പോൾ തിങ്കളാഴ്ച മുതൽ ചിന്തിക്കുകയാണ്, എനിക്ക് 4 ബക്കറ്റ് കൊണ്ടുവരണം, എനിക്ക് 4 ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം, 4 ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യുക,
നിൻ്റെ അസുഖം കംപ്ലീറ്റ്ലി മാറും, നിൻ്റെ ക്ഷീണവും മാറും. തിങ്കളാഴ്ച രാവിലെ ആദ്യത്തെ ജോലിയായിട്ട് ഈ 4 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ അപ്പനും അമ്മയോടും പറഞ്ഞു. അവന് ആകെപ്പാടെ ഉള്ളൊരു ജോലി അവൻ അതാ ഉള്ളൂ, അവന് വേണ്ടി കൊടുത്തേക്കുന്ന ജോലി അതാണ്. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന്. ആ 4 ബക്കറ്റ് വെള്ളം രാവിലെ തിങ്കളാഴ്ച കൊണ്ടുവന്ന് വെച്ചതോടുകൂടി അവൻ്റെ അസുഖം കംപ്ലീറ്റ്ലി മാറി. കാരണമല്ല, ഈ ഒരാഴ്ചയും അവൻ ഈ ബക്കറ്റിൻ്റെ ചിന്ത കൊണ്ട് അവൻ ഭാരപ്പെടുകയാണ്. 4 ബക്കറ്റ് വെള്ളം, അത്രയും ജോലി ചെയ്യണം. അപ്പം ചെയ്യാൻ മനസ്സില്ലാതെ ഇതിങ്ങനെ നീട്ടിയിടുന്നവർക്ക് എല്ലാവർക്കും ഈ പ്രയാസങ്ങളുണ്ടാകും. കാരണം അതിൻ്റെ ഭാരം, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക എന്ന് കർത്താവ് പറയുമ്പോൾ ആ ഭാരം ചുമക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഭാരം ജോലിയുടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ ഈ ശാന്തയ്ക്ക് അങ്ങ് സന്തോഷമായി, ഒത്തിരി അങ്ങ് ഉറക്കെ അങ്ങ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ഈ അവൾ വീണ്ടും പറഞ്ഞു, തോൽക്കുവാനായിട്ട് മടിയുള്ള കുട്ടിയല്ല ഈ ശാന്ത. അപ്പോൾ പറഞ്ഞു അത് ആൻറ്റി യങ്ങായിട്ടുള്ള അവന് വേണ്ടി ആ കഥ അത് ശരിയായിരിക്കും, അവൻ ചെയ്തതാണെങ്കിൽ. എന്നാൽ പ്രായമുള്ള ഞാനുമായിട്ട് അതെങ്ങനെയാണ് ബന്ധം? അപ്പോൾ പറഞ്ഞു നിനക്ക് ഒരു വല്യപ്പച്ചൻ്റെ ശാന്ത അറിയാവുന്ന ഒരു വല്യപ്പച്ചൻ്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു, നിനക്കും അവരുടെ അത്ര പ്രായമുണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ് അങ്കിളെ, എൻ്റെ ഡാഡിയുടെ പ്രായമാണല്ലോ ആ അങ്കിളിന് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ആ അങ്കിളാണ് ഈ സ്റ്റോറി ഇന്നലെ എന്നോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഞാൻ അങ്കിളിനോട് ചോദിച്ചു, അങ്കിളിന് ഇത്രയും ജോലികൾ എങ്ങനെ ഈ പ്രായത്തിലാണെങ്കിലും ഒരു ദിവസവും എങ്ങനെ സാധിക്കും അങ്കിളിനെന്ന് അങ്കിളിനോട് ചോദിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞു ദൈവത്തിൻ്റെ നോട്ടത്തിലും ദൈവം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് എക്ലേസിയാസ്റ്റിക്കിൽ പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ട് സമയത്ത് ചെയ്യും. അതുപോലെ തന്നെ നാമും എല്ലാ കാര്യങ്ങളും നാളത്തേക്ക്, വൈകുന്നേരത്തേക്ക്, രാത്രിത്തേക്ക് ഇടാതെ അപ്പം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഈ വയസ്സായ അങ്കിൾ എന്നെ പറഞ്ഞു. നീ ആ അങ്കിളിനേക്കാൾ വയസ്സുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ശാന്തയ്ക്ക് കാര്യം മനസ്സിലായി. അവളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവൾ നീട്ടി കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. നാളെ ആകട്ടെ, വൈകുന്നേരം ആകട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ, അതുകൊണ്ട് അവൾക്ക് ഫലപ്രദമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മനസ്സിലാക്കി അവൾ കുറച്ചും കൂടെ ടൈമിൽ ചെയ്യുവാനായിട്ട് സാധിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർക്കുക, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവം എല്ലാ സമയത്തിന് ചെയ്യുന്നു. അതുപോലെ തന്നെ നാമും സമയത്തിന് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് പകരം കിടന്നുറങ്ങിയാൽ, നമ്മുടെ സമയം വേസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് പല കാര്യങ്ങളും ദാരിദ്ര്യം, എല്ലാ രീതിയിലുള്ള ദാരിദ്ര്യം നമ്മളായിത്തീരും. അതുകൊണ്ട് ഇന്ന് മുതൽ കുഞ്ഞുങ്ങളൊരു കാര്യം ചെയ്യണം, എല്ലാ സമയത്തിന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുവാൻ. ഇന്ന് സ്കൂളിൽ പോയി ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് പഠിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാളത്തേക്ക് ഇടുകയല്ല, നാളെ പഠിക്കുക, അല്ലെങ്കിൽ ശനിയാഴ്ച അവധി വരട്ടെ എന്ന് ഓർക്കുകയല്ല. തിങ്കളാഴ്ച ചെയ്യുവാൻ, വീട്ടിലെ ജോലികളും അതുപോലെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ജോലി ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകും. അതുതന്നെയല്ല, ഭാരമില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കും. നാളത്തേക്ക് ഇടുന്നവർക്ക് ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന കഥയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ കർത്താവെ, അങ്ങയ്ക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വിശ്വസ്തയോടുകൂടി സമയാസമയത്ത് ചെയ്യുവാനായിട്ട്, നാളത്തേക്ക് നീട്ടിയിടാതെ ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണം. വിശ്വാസത്തോടുകൂടി ജീവിപ്പാൻ സഹായിക്കണം. പരീക്ഷയിൽ നിന്ന് വിടുവിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. എല്ലാം യേശുകർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് തന്നെയല്ല, ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടി കൈയമർത്തണം. അപ്പോൾ ആൻറ്റി ഇടുന്ന എപ്പോഴൊക്കെ ഇടും അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തരും. ഓക്കെ, ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.